भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 787 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 9 അധ്യായത്തിൽ 11 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. 24 ഗുരുക്കന്മാർ എന്നും ദത്താത്രേയ ഗീത എന്നുമൊക്കെ അറിയപ്പെടുന്ന ഭഗവദുദ്ധവ സംവാദത്തിലെ ആ ഭാഗം, അതിൽ 9 അധ്യായത്തിൽ 7 ഗുരുനാഥന്മാരെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നത്. ആ 7 ഗുരുനാഥന്മാരിൽ നമ്മളിതാ ഇവിടെ ഇന്നലെ കണ്ടത് കുരരപ്പക്ഷി, ഒരു അർഭകൻ, പിന്നെ ഒരു പെൺകുട്ടി, വളയിട്ട പെൺകുട്ടി. ഇനി ശരമുണ്ടാക്കുന്ന ആൾ, സർപ്പം, എട്ടുകാലി, വേട്ടാളൻ എന്നീ 4 ഗുരുനാഥന്മാരെ കൂടിയാണ് നമുക്ക് അനുസ്മരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 20 ഗുരുനാഥന്മാരെ അനുസ്മരിച്ചു കഴിഞ്ഞു. ഇവിടെ പറയുന്നു, മന ഏകത്ര സംയോജ്യ ജിതശ്വാസോ ജിതാസന വൈരാഗ്യാഭ്യാസയോഗേന ധ്രിയമാണമതന്ത്രിത. മനസ്സിനെ നിർത്തുക, ഒന്നിലേക്ക് ചേർത്ത് നിർത്തുക എന്നാണ്. ജിതശ്വാസ ജിതാസന, ശ്വാസത്തെ ജയിച്ചവനും ആസനത്തെ ജയിച്ചവനുമായിട്ട് മനഃ ഏകത്ര സംയുജ്യാൽ, മനസ്സിനെ ഒന്നിൽ തന്നെ യോജിപ്പിക്കണം. അതന്ത്രിത, മടിയില്ലാത്തവനായിട്ട് വൈരാഗ്യാഭ്യാസയോഗേന, വൈരാഗ്യത്തെ അഭ്യസിക്കുക എന്ന യോഗം കൊണ്ട് മനഃ ധ്രിയമാണ്, മനസ്സ് ധരിക്കപ്പെടുന്നതാവണം. ഇവിടെ പറയുന്നു, മനസ്സിനെ ഒന്നിൽ തന്നെ നിർത്തിയാൽ മറ്റൊന്നും അറിയുകയില്ല. ഇതാരിൽ നിന്നാണ് പഠിച്ചത്? ശരമുണ്ടാക്കുന്നവനിൽ നിന്നാണ് പഠിച്ചത്. 3 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ ഗുരുനാഥനെ അവതരിപ്പിക്കുന്നത്. മനസ്സിനെ ഒരേ വസ്തുവിൽ സ്ഥിരപ്പെടുത്തുക, ശ്വാസത്തെയും ആസനത്തെയും ജയിക്കാൻ, മനോജയം സിദ്ധിക്കാനുള്ള ഉപായം. പ്രാണബന്ധനം ഹി സൗമ്യ മന, പ്രാണനെ നിരോധിച്ചാൽ മനോനിരോധനമുണ്ടായി
എന്ന് ശ്രുതി പറയുന്നു. എന്നാൽ ഇളക്കമില്ലാതിരുന്നാലും വിഷയവാസന കൊണ്ട് മനസ്സ് വീണ്ടും ചലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്വഭാവത്തെ ജയിക്കാൻ മടിയില്ലാതെ ആലസ്യാദി ദോഷങ്ങളെയൊക്കെ കളഞ്ഞ് വിഷയങ്ങളിൽ ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. മനസ്സ് ഒന്നിൽ തന്നെ സ്ഥിരമായി നിൽക്കാനുള്ള വഴിയാണ്. യസ്മിൻ മനോ ലബ്ധപദം യഥേതൽ ശനൈശനൈർ മുഞ്ചതി കർമ്മരേണൂൻ സത്വേന വൃദ്ധേന രജസ്തമശ്ച വിധൂയ നിർവാണം ഉപൈത്യനിന്ധനം. യത് ഏതത് മന, ഏതൊരു മനസ്സ് യസ്മിൻ ഏതൊന്നിൽ ലബ്ധപദം ആശ്രയിച്ചതായിട്ട് കർമ്മരേണൂൻ കർമ്മവാസനകളാകുന്ന പൊടികളെ ശനൈ മെല്ലെ മെല്ലെ മുഞ്ചതി ഉപേക്ഷിക്കുമോ, വൃദ്ധേന വർദ്ധിച്ച സത്വേന സത്വഗുണം കൊണ്ട് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും രജ തമ ച വിധൂയ നശിപ്പിച്ചിട്ട് അനിന്ധനം നിർവാണം ഉപൈതി ദഹിപ്പിക്കത്തക്ക വിറകില്ലാത്തതായിട്ട് ശാന്തിയെ പ്രാപിക്കുന്നു. അത് അതിൻ്റെ ശബ്ദാർത്ഥം. അപ്പോൾ മനസ്സിനെ ഒന്നിൽ നിർത്തണം എന്ന് പറഞ്ഞത് ആ വസ്തു ഏതാണ്? മനസ്സിന് ലയം വിക്ഷേപം എന്നിങ്ങനെ രണ്ട് ദോഷങ്ങളുണ്ടെന്നാണ്. ഇത് രണ്ടും നശിക്കണം. ചലനവും അശുദ്ധിയും ഈ ദോഷങ്ങളെ വർദ്ധിപ്പിക്കും. കർമ്മവാസനകളാകുന്ന പൊടികൾ മനസ്സിൻ്റെ ചലനത്തിനും അശുദ്ധിക്കും കാരണമായിട്ട് തീർന്നു. അപ്പോൾ മനസ്സ് ഏതൊന്നിലാണോ സ്ഥിരമായി നിൽക്കുന്നത് അവിടെ കർമ്മവാസനകൾ മനസ്സിനെ ബാധിക്കാതിരിക്കുന്നത് അവിടെ മനസ്സിനെ നിർത്തണം എന്നാണ്. ആ സ്ഥാനത്ത് ഭഗവത് പദം എന്ന് പറയുന്നു. അങ്ങനെ സ്വർഗാദി സുഖങ്ങളിൽ താല്പര്യം ഉണ്ടാവുമ്പോൾ യാഗാദി കർമ്മങ്ങൾ ചെയ്യണം എന്ന വാസനയുണ്ടാവും. അപ്പം ഇത് വിക്ഷേപമാണ്. ഈ വാസന ഉത്ഭവിക്കുന്നത് എങ്ങനെയാണ്? രജോ ഗുണത്തിൽ നിന്നാണ് ഈ വാസന ഉണ്ടാവുന്നത്. ആനന്ദരൂപമായ ഭഗവാനിൽ മനസ്സ് ചിത്തമുറച്ചു കഴിഞ്ഞാൽ രജോ ഗുണവും തമോ ഗുണവും ഇല്ലാതെയായി സത്വഗുണം വർദ്ധിക്കും. അപ്പോൾ വിക്ഷേപത്തിന് കാരണമായിട്ടുള്ള രജസ്സും ലയത്തിന് കാരണമായിരിക്കുന്ന തമസ്സും നശിച്ചു പോകും. ഈ രണ്ട് ഗുണങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നത് വരെ സത്വഗുണം വർദ്ധിച്ചു വരും. ഏതുപോലെ വിറക് കത്തി ഭസ്മമാകുന്നതുവരെ അതിലേക്കെത്തുന്ന അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കും. പിന്നെന്താവും? വിറകില്ലാതെയായാൽ അഗ്നി ശമിക്കും. ഇതേപോലെ രജോ ഗുണവും തമോ ഗുണവും നശിച്ചാൽ സത്വഗുണം പിന്നെ അതിൻ്റെ പ്രവൃത്തി തീർന്നു. ഇപ്പോൾ മനസ്സ് നിർമ്മലമായി, അപ്പോൾ ഗുണാതീതമായി മാറി, ദോഷങ്ങളൊക്കെ നീങ്ങി സ്വയം പ്രകാശമായി. മനസ്സിൻ്റെ ഈ സ്ഥിതിയെയാണ് സമാധി എന്ന് പറയുന്നത്, സമമായ ധി. അപ്പം ഇവിടെ ഈ സ്ഥിതി സിദ്ധിച്ചു കഴിഞ്ഞാൽ നിർവാണം എന്ന അവസ്ഥയിലേക്ക് എത്തും. മനസ്സോ വൃത്തിശൂന്യസ്യ ബ്രഹ്മാകാരതയാ സ്ഥിതി യാ സംപ്രജ്ഞാതനാമാസൗ സമാധി ഇത്തി അഭിധീയതേ. ഒരു വ്യാപാരവുമില്ലാതെ നിർമ്മലമായിരിക്കുന്ന മനസ്സിൻ്റെ ബ്രഹ്മാകാരമായിരിക്കുന്ന സ്ഥിതിയാണ് സമാധി എന്ന് യോഗശാസ്ത്രത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. ഇതെങ്ങനെ മനസ്സിലായി? തദൈവമാത്മന്യവരുദ്ധചിത്തോ ന വേദകിഞ്ചിൽ ബഹിരന്തരം വാ യഥേഷുകാരോ നൃപതിം വ്രജന്തമിഷൗ ഗതാത്മാ ന ദദർശ പാർശ്വേ. അങ്ങനെ ഇപ്രകാരം തഥാ ഏവ ആത്മനി അവരുദ്ധചിത്ത, പരമാത്മാവിൽ മനസ്സിനെ നിർത്തിക്കഴിഞ്ഞാൽ ബഹി അന്തരം വാ പുറവും അകവും കിഞ്ചിൽ നവേദ ഒന്നും അറിയില്ല. ഇഷുകാരഹ ബാണമുണ്ടാക്കുന്ന ആള്, ശരമുണ്ടാക്കുന്ന ആള്, ഇഷൗ ഗതാത്മാ ആ ബാണം ഉണ്ടാക്കുന്നതിൽ മാത്രം മനസ്സ് വെച്ചപ്പോൾ പാർശ്വേ വ്രജന്തം നൃപതിം അടുത്തുകൂടി പോകുന്ന രാജാവിനെ പോലും ന ദദർശ കണ്ടില്ല. അതേപോലെയാണെന്നാണ്. കാരണം എന്താ? രാജാവ് പോവുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു രാജാവ് പോവല്ല, രാജാവിൻ്റെ എഴുന്നള്ളത്ത് വലിയ ഘോഷത്തോടു കൂടിയാണ്. അങ്ങനെ പരമാത്മസ്വരൂപമായ ഭഗവാനിൽ മനസ്സ് നിൽക്കുമ്പോൾ അകവും പുറവും ഭേദഭാവനയില്ലാത്തതാകുന്നു. താൻ മാത്രമല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല, കേൾക്കുന്നില്ല. ഇതിന് ഉദാഹരണമായിട്ടാണ് ഈ ശരമുണ്ടാക്കുന്ന ആളെ പറഞ്ഞത്. രാജാവിൻ്റെ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ എന്തു ഗംഭീരാവും, ആളും അകമ്പടിയും കൊട്ടും വാദ്യവും ഒക്കെ അത്തരത്തിലാണ് രാജാവ് കടന്നു പോവുക. പക്ഷേ ഈ ബാണമുണ്ടാക്കുന്ന ആൾ ഇത് കണ്ടതേയില്ല, കേട്ടതേയില്ല. കാരണം എന്താ?
ബാണമുണ്ടാക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു അദ്ദേഹം, ദത്തശ്രദ്ധനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇതേപോലെ ഭഗവത്പാദത്തിൽ ലയിച്ച മനസ്സ് അതിനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും കാണുന്നില്ല, അല്ലെങ്കിൽ കാണരുത് എന്ന് ഈ ബാണമുണ്ടാക്കുന്ന ആൾ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ശരമുണ്ടാക്കുന്ന ആളും എൻ്റെ ഗുരുനാഥനാണ് എന്ന് പറയുന്നു. അടുത്തതായി സർപ്പത്തിൽ നിന്ന് പഠിച്ചതാണ് പറയണത്. ഏകാചാര്യനികേതസ്യാദപ്രമത്തോ ഗുഹാശയ അലക്ഷ്യമാണ് ആചാര്യർ മുനിരേകോൽപഭാഷണ. മുനി ഏകചാരി, ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. അനികേതം, സ്വന്തം വാസസ്ഥലം ഇല്ലാത്തവനാവണം. നികേതം വാസസ്ഥലമാണ്, അനികേത സ്വന്തം വാസസ്ഥലം ഇല്ലാത്തവനായി. അപ്രമത്ത, സാവധാനം ആലോചിക്കുന്നവനും. ഗുഹാശയ, ഗുഹയിലിരിക്കുന്നവനും. ആചാരൈ അലക്ഷ്യമാണ്, നടപടികൾ കൊണ്ട് അറിയപ്പെടാൻ കഴിയാത്തവനും. അല്പഭാഷണ, കുറച്ചു മാത്രം സംസാരിക്കുന്നവനും. ഏക, ഒറ്റയ്ക്ക്, മറ്റാരും സഹായമില്ലാതെയും ആയിരിക്കണം. യോഗികളുടെ സംഘത്തിലും യോഗി ചേർന്നിരിക്കുന്നത് നന്നല്ല എന്നാണ്. കൂട്ടം കൂടിയാൽ അത് കലഹത്തിന് കാരണമാവും. നേരത്തെ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ കയ്യിലെ വളകൾ അതിന് ദൃഷ്ടാന്തമാണ്. അപ്പോൾ എന്തു വേണം? ആരോടും ചേർന്നിരിക്കേണ്ട, ഇരിക്കാൻ സ്വന്തമായൊരു സ്ഥലം പോലും ഉണ്ടാവരുത് എന്നാണ് സർപ്പത്തെ ഉദാഹരിച്ചുകൊണ്ട് പറയണത്. സർപ്പം എങ്ങനെയാ? ജനങ്ങളെ ഭയപ്പെട്ടും കൊണ്ട് ആരും കാണാത്ത ദിക്കിലൂടെ സഞ്ചരിക്കും. പ്രത്യേകിച്ച് താമസിക്കാൻ ഒരു സ്ഥലം സർപ്പമുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെയില്ല. ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് ജാഗ്രതയോടുകൂടി ആലോചിക്കും. സഞ്ചരിച്ച സ്ഥാനം തന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ്. ഇനി ആരെങ്കിലും ഒരു നോട്ടം കണ്ടാൽ തന്നെ പുറമേക്ക് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് പോലും അറിയില്ല. സഹായത്തിനായി ആരെയും കൂട്ടത്തിൽ കൂട്ടില്ല. ശബ്ദം പുറപ്പെടുവിക്കാതെ സഞ്ചരിക്കും. യോഗി ഇതേപോലെ ഈ സർപ്പത്തെ പോലെ ആവണം. ആരോടും ചേരണ്ട. ആചാരാദികൾ കൊണ്ട്, ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്നയാളാണ് എന്ന് പുറത്തേക്ക് കാണിക്കുന്ന തരത്തിൽ സംസാരിക്കരുത്. ആ ഹൃദയഗുഹയിൽ പ്രകാശിക്കുന്ന സ്വരൂപത്തിൽ നിന്ന് വഴിതെറ്റിപ്പോവരുത്. സാധാരണ ജനങ്ങളുമായി ഒരു സമ്പർക്കവും ഉണ്ടാവരുത്. ഇനി അവസരം നേരിട്ടാൽ കൂടി, അങ്ങനെ വന്നാൽ തന്നെ വളരെ കുറച്ചേ സംസാരിക്കാവൂ. ഇതൊക്കെ സർപ്പത്തിൽ നിന്ന് പഠിക്കുകയാണ്. ഗൃഹാരംഭോ ഹി ദുഃഖായ വിഫലശ്ചാധ്രുവാത്മന സർപ്പപരകൃതം വേശ്മ പ്രവിശ്യ സുഖമേധത്തെ. അധ്രുവാത്മനഃ, സ്ഥിരമില്ലാത്ത ദേഹത്തിനു വേണ്ടി എന്തിനാണ് ഗൃഹാരംഭ, ഗൃഹം ഉണ്ടാക്കുന്നത്? ആ ഉണ്ടാക്കൽ തന്നെ ദുഃഖായ, ദുഃഖത്തിനും, വിഫലഹാച, ഫലമില്ലാത്തതും ആണ്. സർപ്പം, പാമ്പ്, പരകൃതം വേശ്മ, മറ്റൊരാളുണ്ടാക്കിയ ഭവനത്തെ അല്ലെങ്കിൽ ഗുഹയെ പ്രവിശ്യ, പ്രവേശിച്ചിട്ട് സുഖം ഏധത്തെ, സുഖമായിട്ടവിടെ ജീവിക്കണം. ഇപ്പം ചിരകാലം നിൽക്കാത്ത, എന്നാണ് ഇല്ലാതെയാവുക എന്ന് നിശ്ചയമില്ലാത്ത ദേഹത്തിനു വേണ്ടി എത്ര കാലം നിലനിൽക്കുമെന്നറിയാത്തത് കൊണ്ട് ദേഹത്തിൻ്റെ ആവശ്യത്തിനായി വീടുണ്ടാക്കാനുള്ള യജ്ഞം, അത് ദുഃഖത്തിന് കാരണമാവും, അവസാനം പ്രയോജനമില്ലാതെയാവും. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നതാണ് യോഗികൾക്ക് നല്ലത്. അല്ലാതെ സ്വന്തമായി വീടുണ്ടാക്കാൻ ശ്രമിച്ചാൽ ധനം ഉണ്ടാവണം. ധനവും വീടും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്നും? ഒരു വിവാഹം കഴിക്കാമെന്ന് തോന്നും. അങ്ങനെ വിവാഹം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി ഉണ്ടാവണം തോന്നും. ഇങ്ങനെ ഇത്തരത്തിൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് സർപ്പം ഏതെങ്കിലും ഒരു മാളത്തിൽ കഴിയുന്നത് പോലെ, ഏതെങ്കിലും ഒരു ഗുഹയിൽ തൻ്റെ കാര്യം കഴിച്ചു കൂട്ടുന്നത് പോലെ ജീവിക്കുകയാണ് നല്ലത് എന്ന് യോഗി അല്ലെങ്കിൽ അവധൂതൻ പഠിക്കണം. ഞാനത് പഠിച്ചു. അതുകൊണ്ട് സർപ്പവും എൻ്റെ ഗുരുനാഥനാണ് എന്ന് പറയുന്നു. ഏകോ നാരായണോ ദേവാ പൂർവസൃഷ്ടം സ്വമായയാ സംഹൃത്യ കാലകലയാ കൽപ്പാന്ത ഇദമീശ്വര ഏക ഏവാദ്വിതീയോ ഭൂതാത്മാധാരോഖിലാശ്രയ കാലേനാത്മാനുഭാവേന സാമ്യം നീതാസു ശക്തിഷു സത്വാദിഷ്വാദിപുരുഷ പ്രധാന പുരുഷേശ്വര.
സ്വമായയാ തൻ്റെ മായ കൊണ്ട് പൂർവസൃഷ്ടം മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഇതിനെ ഏകഹ ഒരുവനായി നാരായണ നാരത്തിൽ ശയനം ചെയ്യുന്നവൻ നാരായണൻ കാരണജലത്തിൽ കിടക്കുന്ന ദേവഹ ക്രീഡാശീലനായിരിക്കുന്ന ഈശ്വരൻ കാലകലയാ കാലം എന്ന ശക്തിയുടെ അംശം കൊണ്ട് കൽപ്പാന്തേ സംഹൃത്യ കൽപ്പകാലത്തിൻ്റെ അവസാനത്തിൽ എല്ലാത്തിനെയും സംഹരിച്ചിട്ട് സത്വാദിഷു സത്വം മുതലായ ശക്തികൾ ആത്മാനുഭാവേന ഈശ്വരൻ്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന കാലേന കാലശക്തിയാൽ സാമ്യം നീതാസു സമാവസ്ഥയെ പ്രാപിക്കപ്പെട്ടിരിക്കും എന്ന വിഷയത്തിൽ അദ്വിതീയ രണ്ടാമതായിട്ടൊന്നുമില്ലാത്തവനായി ആത്മാധാര തനിക്ക് താൻ തന്നെ ആധാരമായി അഖിലാശ്രയ എല്ലാത്തിനും ആശ്രയിച്ചിരിക്കുന്ന സ്ഥാനമായി പ്രധാന പുരുഷേശ്വര പ്രധാനത്തിനും പുരുഷനും നിയന്താവായിരിക്കുന്ന ആദിപുരുഷൻ ഏക ഏവ അഭൂത് ഒരേ ഒരാളെ ഉണ്ടായിരുന്നു എന്നാണ്. അന്യമായ മറ്റൊരു സഹായവും സാധനവും ആവശ്യപ്പെടാതിരിക്കുന്ന ഈശ്വരനിൽ നിന്ന് ലോകം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ ഊർണനാഭിയിൽ നിന്ന് എട്ടുകാലിയിൽ നിന്ന് പഠിച്ചു എന്നാണ്. ഈ ലോകത്തിൻ്റെ നാശാവസ്ഥ വിവരിക്കുകയാണ്. എല്ലാം ചെയ്യാനുള്ള ശക്തി ഈശ്വരനിലുണ്ട്. ആ ശക്തിയുടെ വികാസത്തെ കാര്യരൂപേണ പ്രകാശിക്കുന്ന അവസ്ഥയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതിയിൽ ലോകനിർമ്മാണത്തിനാവശ്യമായ സകലതും ഉണ്ടാവുന്നു. ഇങ്ങനെ സ്വശക്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ലോകത്തെ കാലമെന്നു പേരായ തൻ്റെ ശക്തിയുടെ അംശം കൊണ്ട് കൽപ്പാവസാനത്തിൽ ഭഗവാൻ തന്നെ ഇല്ലാതെയാക്കും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും നശിപ്പിക്കുകയും ചെയ്യുക, ഇതെന്താണ്? ഭഗവാന്റെ ലീലയാണ്. അതുകൊണ്ട് ഈ ലീല ആടുന്ന ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നു. അപ്പം ഈ ദേവൻ മാത്രമേ എന്നും ഉള്ളൂ, മറ്റ് അന്യമായിട്ട് ലോകത്തിലൊന്നുമില്ല. ഇപ്പം ലോകസൃഷ്ടിക്ക് കാരണമായി വന്ന ഭൂതങ്ങളുടെ ഉത്ഭവത്തിന് കാരണം സത്വാദി ഗുണങ്ങൾ ഒന്നിനൊന്ന് അധികരിക്കാതെ സമാവസ്ഥയിലിരിക്കുമ്പോൾ അതിന് എന്ത് പേര്? പ്രധാനം എന്ന് പേര്. ഇതിനെ ഉപാധിയായി സ്വീകരിച്ച് പ്രകാശിക്കുന്നവൻ പുരുഷൻ. അപ്പം ഈ പ്രധാനത്തിന് അതോട് ചേർന്ന് പ്രകാശിക്കുന്ന പുരുഷനും നാഥനായിരിക്കുന്ന ഈശ്വരൻ എല്ലാത്തിനും ആശ്രയമായും അന്യാശ്രയം തനിക്കില്ലാത്തതിനാൽ ആത്മാധാരനായും ബഹുവിധമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂതങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായി വിഷമാവസ്ഥയെ ഉപേക്ഷിച്ച് ആ സമാവസ്ഥ സത്വാദി ഗുണങ്ങൾ സമമാകുന്ന അവസ്ഥ പ്രാപിക്കാൻ ഈശ്വരൻ്റെ അനുഭാവരൂപമായിരിക്കുന്ന കാലമാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ഏകനായ ഈശ്വരനല്ലാതെ ലോകത്തിലൊന്നുമില്ല എന്ന് ഞാൻ പഠിച്ചു. പരാപരാണാം പരമ ആസ്തേ കൈവല്യ സംഹിത കേവലാനുഭവാനന്ദ സന്തോഹോ നിരുപാധിക. പരാപരാണാം പരന്മാരായ ബ്രഹ്മാദികളുടെയും അപരന്മാരായ ജീവൻ മുക്തന്മാരുടെയും പരമഹ പ്രാപ്യസ്ഥാനം കൈവല്യം എന്ന വാക്കുകൊണ്ട് വ്യവഹരിക്കപ്പെടുന്നതായി കൈവല്യ സംഹിത കേവലാനുഭവാനന്ദ സന്തോഹ കേവലാനുഭവത്തിന് ഗോചരമായ ആനന്ദ സമൂഹമായും നിരുപാധിക ഉപാധിയില്ലാതെയും ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ ബ്രഹ്മാദിദേവന്മാർക്കും സംസാരബന്ധത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് മുക്തന്മാരായവർക്കും പ്രാപ്യസ്ഥാനം ഭഗവാന്റെ പദമാണ്. കേവലാത്മാവായി ഭഗവാനാണ്. അതുകൊണ്ട് നാമരൂപാതിരഹിതമായിരിക്കുന്ന ഈ കേവലാവസ്ഥയാണ് കൈവല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഉപാധിയില്ലാതെ നാശത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ കൈവല്യസ്ഥാനം അതാണ്. കേവലാത്മാനുഭാവേന സ്വമായാം ത്രിഗുണാത്മികാം സംക്ഷോഭയൻ സൃജത്യാദോ തയാ സൂത്രമരിന്തമ. കേവലാത്മാനുഭാവേന തൻ്റെ ശക്തിവിശേഷമായ കാലം കൊണ്ട് ത്രിഗുണാത്മികാം സ്വമായാം മൂന്ന് ഗുണങ്ങളോടുകൂടിയ മായയെ സംക്ഷോഭയൻ ഇളക്കി തീർക്കുന്നവനായി തയ ആ മായയെ കൊണ്ട് തന്നെ അല്ലയോ യദുമഹാരാജാവെ അരിന്തമ സൂത്രം ആദൗ സൃജതി മഹത്തത്വത്തെ ആദിയിൽ ഉണ്ടാക്കുന്നു. ഭഗവാൻ സൃഷ്ടിയാദിയിൽ തൻ്റെ പ്രഭാവം കൊണ്ട് സത്വാദി ഗുണങ്ങളുടെ സാമ്യാവസ്ഥാരൂപിണിയായിരിക്കുന്നതും അതുകൊണ്ട് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നതുമായ ശക്തിയെ ഉണർത്തുന്നു. അപ്പോൾ ആ സമാവസ്ഥ വിട്ട്
വിഷമാവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ജഗൽ സൃഷ്ടിയാകുന്ന വലിയ കാര്യം നിർവഹിക്കാൻ സാമർഥ്യമുള്ള ഈശ്വരശക്തി അവിടെ ഉജൃംഭിക്കുന്നു. ഈ ശക്തിയാണ് സൂത്രം എന്ന് പറയുന്നത്. അങ്ങനെ കർമ്മരൂപമായ എത്രയോ ബ്രഹ്മാണ്ടം ഈ സൂത്രത്തെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ശക്തി കർമ്മങ്ങളുടെ ബാഹ്യമായ ക്രിയയെ പ്രത്യക്ഷമായി പ്രകാശിപ്പിക്കുന്നു. വളരെ ഗഹനമായിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ പ്രബലപ്പെട്ടിരിക്കുന്നത് ക്രിയാശക്തിയാണ്. അങ്ങനെ സൂത്രരൂപമായി ക്രിയാശക്തി പ്രധാനമായിരിക്കുന്ന ഈ പ്രകൃതി പരിണാമത്തിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ഇതാണ് പ്രപഞ്ചരൂപമായിരിക്കുന്ന വലിയ വലയുടെ നൂല് എന്ന് പറയുന്നു. അപ്പോൾ ഈ എട്ടുകാലിയിൽ നിന്ന് പഠിക്കുന്നത് അതാണ്. താമാഹുസ്ത്രിഗുണവ്യക്തിം സൃജതിം വിശ്വതോമുഖം യസ്മിൻ പ്രോതമിതം വിശ്വം യേന സംസരത്തെ പുമാൻ. ഇപ്പം താം വിശ്വതോമുഖം, അതിനെ പലതരത്തിലുള്ള ലോകമായിട്ട് സൃഷ്ടിക്കുന്ന ത്രിഗുണവ്യക്തിയും 3 ഗുണങ്ങളുടെ വികാസാവസ്ഥ എന്ന് പറയുന്നു. അതിൽ ഇതം വിശ്വം, ഈ ലോകം പ്രോതം കോർക്കപ്പെട്ടിരിക്കുന്നു. യേന പുമാൻ സംസരത്തെ, ഏതൊന്നിനാൽ ജീവൻ സംസാരത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ത്രിഗുണങ്ങളുടെ സമ്മേളനം കൊണ്ട് ഉണ്ടായതും പലതരത്തിലും ഇരിക്കുന്ന ലോകത്തിൻ്റെ ഒന്നായിട്ടുള്ളൊരു പ്രകാശമായതുകൊണ്ട് ഇതിനെ ത്രിഗുണവ്യക്തി എന്ന് പറയുന്നു. ഇതിൽ നിന്ന് പല ശക്തി പ്രസരണങ്ങൾ ഉണ്ടാവണം. ക്രിയാശക്തി പ്രധാനമായിരിക്കുന്ന മഹത്വത്തിൽ നിന്ന് അഹങ്കാരം, സകല ഭൂതങ്ങളും ഭൗതികങ്ങളും ലോകങ്ങളും ബ്രഹ്മാണ്ടങ്ങളും ഉണ്ടാവണു. ഇങ്ങനെ ജീവന്മാർക്ക് ശരീരം ഉണ്ടാവണു. ഈ ശരീരത്തിലിരുന്ന് സുഖദുഃഖങ്ങൾ അനുഭവിക്കണു. പിന്നെ ഈ ശരീരത്തെ ഉപേക്ഷിക്കണു. ഇത് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ സമഷ്ടിപ്രാണൻ, ഈ ക്രിയാശക്തിയുടെ പ്രവൃത്തി രൂപമായ വികാസത്തെ സമഷ്ടിപ്രാണൻ എന്ന് പറയുന്നു. ഈ പ്രാണൻ്റെ ചലനത്തിനാണ് ക്രിയ എന്ന് പറയുന്നത്. ഈ ക്രിയയിൽ സകല ലോകങ്ങളും കോർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സൂത്രം എന്ന ക്രിയാശക്തിക്ക് പേരുണ്ടായി എന്നാണ്. വായുർവൈ ഗൗതമ സൂത്രം വായുനാവൈ ഗൗതമ സൂത്രേണ അയം ച ലോക പരശ്ച ലോക സർവാണി ച ഭൂതാനി സന്തൃപ്താനി എന്ന് പറയുന്നു. വായു തന്നെയാണ് ഈ കയർ. വായുവാകുന്ന സൂത്രം കൊണ്ട് ഈ ലോകവും പരലോകവും സർവഭൂതങ്ങളും ഒന്നായി കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പം സമഷ്ടിപ്രാണൻ തന്നെയാണ് ക്രിയാശക്തി പ്രധാനമായ മഹത്വത്തിൻ്റെ വ്യക്തിയവസ്ഥയെ കാണിക്കുന്നത് എന്ന് വരുന്നു. ഏതുപോലെ യഥോർണനാഭിർഹൃദയാദൂർണാം സന്തത്യവക്ത്രത തയാ വിഹൃത്യ ഭൂയസ്താം ഗ്രസത്യേവം മഹേശ്വര. ഊർണനാഭി, എട്ടുകാലി. ഹൃദയാൽ വക്ത്രത, ഉള്ളിൽ നിന്ന് മുഖത്ത് കൂടി ഊർണാം സന്തത്യ, നൂലിനെ പരത്തിയിട്ട്, തയാ അതോടുകൂടി വിഹൃത്യ കളിച്ചിട്ട്, ഭൂയ പിന്നെ താം ആ നൂലിനെ ഗ്രസതി ഉള്ളിലേക്ക് വലിക്കണം. ഇത് തന്നെയാണ് ഏവം മഹേശ്വര ഈശ്വരനും ചെയ്യുന്നത് എന്നാണ്. അപ്പം മനുഷ്യബുദ്ധിക്ക് വിഷയമാകാൻ വളരെ ബുദ്ധിമുട്ടുള്ള വിഷമമുള്ളൊരു കാര്യമാണ് ഇവിടെ ദത്താത്രേയൻ കണ്ടെത്തിയത്. ഒരു ചെറുപ്രാണി, ഒരു എട്ടുകാലി. ആ എട്ടുകാലിയും എൻ്റെ ഗുരുവാണെന്നാണ്. കാരണം സൃഷ്ടിയാദി വ്യാപാരങ്ങൾ ഭഗവാൻ ചെയ്യുന്നത് ഈ എട്ടുകാലിയിലൂടെ കണ്ടു എന്നാണ്. സ്വന്തം മുഖത്ത് നിന്ന് മൃദുവായൊരു നൂലിനെ ഈ പ്രാണി പുറപ്പെടുവിക്കണം. ഈ നൂലിനെ പലയിടത്തായി ചേർത്ത് വെച്ച് വല നിർമ്മിക്കണം. ആ വല നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ ഇരുന്ന് അതിലേക്ക് യോജിക്കുന്ന ഈച്ച തുടങ്ങിയ ചെറുപ്രാണികളെ കൊണ്ടെത്തിച്ച് അതിനെ തിന്നണു. അത് കഴിഞ്ഞ് തൃപ്തിയായി കഴിഞ്ഞാലോ ഇതിനെയൊക്കെ വീണ്ടും ഉള്ളിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. താൻ മാത്രമായിരിക്കുന്നു. ഇതേപോലെയാണ് ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്ന് ഊർണനാഭിയിൽ നിന്ന്, ആ എട്ടുകാലിയിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയുകയാണ് ദത്താത്രേയൻ. ആ ഭാഗത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ വേട്ടാളൻ എന്ന് അറിയപ്പെടുന്ന ആ സ്വരൂപത്തെ കാണിച്ചും കൊണ്ട്, വേട്ടാളൻ എന്ന് പറയപ്പെടുന്ന ആ സ്വരൂപത്തെ സുപേശകൃൽ എന്നാണ്, അതിനെക്കുറിച്ചുള്ള ആ ഗുരു സങ്കല്പങ്ങളെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്.
ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.